അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മഴ ദിവസത്തെ വീഡിയോ വിശേഷങ്ങൾ, ക്ലീനിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അന്ന് ഇവിടെ ഫുൾ ഡേ മഴയിനു. പക്ഷെ അധികം മഴ വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അധികം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മുട്ട മുട്ടക്കറി ഉണ്ടാക്കണം, ഒരു ക്രീമി എഗ്ഗ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് പോയിച്ചഡ് പോയിച്ചഡ് പാത്രത്തിൽ വെച്ചിട്ട് അകാരോൻ്റെ എഗ്ഗ് ബോയിലറിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ കപ്പിൻ്റെ ഉള്ളിലെ അളവ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൂടെ കാണും കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് സ്റ്റീം എഴുതിയ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ട്രേ വെച്ച് കൊടുക്കുക, സ്വിച്ച് ഓണാക്കി കൊടുത്താൽ മതി. സ്വിച്ച് ഓണാക്കി ഇതിന്മൊരു സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കി കൊടുത്താൽ അവിടെ കിടന്ന് അത് വെന്ത് താനേ ഓഫായിക്കോളും. ഇന്ന് പിന്നെ ഞാൻ ചപ്പാത്തിയാണ് ഇട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് നേരത്തെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. നേരൊക്കെ ഇപ്പോൾ ഇങ്ങനെ വെളുത്ത് പരപരാ വെളുത്ത് വരുന്നുള്ളൂ. ഈ ചപ്പാത്തി പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് എങ്ങനെ ആയാലും നേരം വൈകിട്ട്. വീഡിയോ ഒക്കെ എടുക്കുന്ന ദിവസമാണെങ്കിൽ പറയും വേണ്ട. രാവിലെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് മുട്ടി പിന്നെ ഇങ്ങോട്ട് ഒരു ഇടത്തോട്ടം മന്നകടി എന്ന് പറഞ്ഞ മാതിരി ഒരു ഇടുക്കിലേക്കാരം. അതിനിടയ്ക്ക് നമ്മളെ മുട്ട സ്റ്റീമായി വന്നിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കണം. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ആദ്യം നമുക്ക് എഗ്ഗ് കറി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിക്ക് സ്പൈസസ് ഒരു 2-3 ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി ഇതൊക്കെ കുണുകുണ അരിഞ്ഞത് അങ്ങോട്ട് തട്ടിയിട്ട് കുണുകുണ വഴറ്റിയെടുക്കുക. അപ്പോൾ അത് അവിടെ വെന്ത് വന്നോളും. ചെറിയ തീയിലിട്ട് ഞാൻ അവിടെ അടച്ചു വെച്ചിരിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് മുട്ടയ്ക്ക് ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയേക്കാം. ഇതൊരു ഒന്ന് സൈഡൊന്ന് വിടിയിച്ച് കൊടുത്തുങ്ങാണ്ട് ഒരു തട്ട് തട്ടിയാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു. എണ്ണ പുരട്ടാതെ നമ്മളാണ് ചിലപ്പോൾ അതിൽ ഒട്ടി പിടിക്കുക. അത് ഞാൻ 4 പീസാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് കറിക്ക് ചേർത്ത് കൊടുക്കാനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സവോള കാര്യങ്ങളൊക്കെ വഴഞ്ഞ് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്തിട്ടില്ല. കാരണം നമ്മൾ സ്പൈസസ് ഫസ്റ്റ് ചേർത്തല്ലോ, അതന്നെ മതി. ഒരുപാട് ഗരം മസാലേൻ്റെ കുത്ത് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഒന്ന് പാത്രത്തേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. പലരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ഹൈപ്പും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചപ്പാത്തി പരത്തലാണ് എനിക്ക് ഏറ്റവും നേരാവണത് കേട്ടോ. പിന്നെ ലാസ്റ്റിക്ക് ഒരുമാതിരി ഒരു തേക്കാരം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു 4-5 ചപ്പാത്തി വേഗം ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഒരു 3-4 എണ്ണം. കാരണം കുഞ്ഞുട്ടിക്ക് പോകാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഇതിന് കറി ആവണമല്ലോ ചപ്പാത്തിക്ക്. അപ്പോൾ ഒരു 4 ചപ്പാത്തി പരത്തിയിട്ട് അതിക്ക് കറി ആദ്യം സെറ്റാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ചപ്പാത്തി പരത്തിയെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിക്കണേ. കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇന്നിവിടെ പാലില്ലേനു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ബട്ടറിൽ നമ്മൾ ഫസ്റ്റിൻ്റെ ബട്ടറിൽ കുറച്ച് ബട്ടർ ഇട്ട് വയറ്റാണെങ്കിൽ നല്ല ടേസ്റ്റി. കാരണം ഞാൻ മറന്നിട്ടുണ്ടേനു. പിന്നെ കുറച്ച് ക്രീമി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്, കാരണം പാലും ഇതൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ചീസും കൂടി ചേർത്ത് കൊടുത്തേനെ കേട്ടോ. അങ്ങനെ കറി റെഡിയായി. ലാസ്റ്റ് മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നമ്മളെ മുട്ടക്കറി റെഡിയായി. ക്രീമി മുട്ടക്കറി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് വേഗം ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കാം. കുഞ്ഞുട്ടിക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇന്ന് നിയമമൊക്കെ 8 മണിക്കാണല്ലോ മദ്രസ. അപ്പോൾ പിന്നെ കുറച്ച് സാവധാനമായാലും കുഴപ്പമില്ല. അജു പിന്നെ രാവിലെ പോകും കേട്ടോ, 6 മണിക്ക് പോകും. നോമ്പ് പോകുമ്പോൾ ചായയും കടിയൊന്നും ആവില്ല. ചായയും എന്തെങ്കിലും ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലഘു കടിയൊക്കെ കൂട്ടി കുടിച്ചിട്ടാണ് ചെക്കന് പോവല്. അപ്പം ഇനി ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഇവിടെ ചുട്ടെടുക്കലും കൂടി നടത്തുന്നുണ്ട് കേട്ടോ. ഇന്ന് एक മഴ ദിവസ് ഹേ, അതുകൊണ്ട് നമ്മളെ മലനെ കാണാനില്ല ഹേ. അപ്പം എന്തായാലും ഞാൻ പുറത്ത് വെറുതെ മഴ പെയ്യണതൊക്കെ ഒന്ന് നോക്കിക്കണം കേട്ടോ. നമുക്ക് പഠിച്ചവനെ സമാധാനമാണ്. ഉള്ളിലിരുന്ന് മഴ കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു ഭംഗിയിലാണ് നമ്മൾ. പക്ഷേ കേരളത്തിൽ പല സ്ഥലത്തും വീട് മുങ്ങി, വീട്ടിൽ വെള്ളം കയറി പലതും ഞാൻ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പഠിച്ചവനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. എത്രങ്ങാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളൊക്കെ വെള്ളത്തിനടിയിലായി ഇങ്ങനെ നിൽക്കുമ്പോൾ ചങ്ക് തകരുന്ന കാഴ്ചയാണ് അത്. എല്ലാവരും സേഫാകും എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇന്ന് രാവിലെ ഞാനൊരു മറന്നു. അതിൻ്റെ ഇതാണ് ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗ്യാസും കുറ്റി കൊണ്ടുപോയേക്കാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് കുഞ്ഞുട്ടി രാവിലെ പോകുമ്പോൾ ഗ്യാസും കുറ്റി അവിടെ കൊണ്ടുപോയി വെച്ചു തരും കേട്ടോ. ബൈക്കുമ്പോൾ കൊണ്ടുപോയിട്ട്
അവിടെ റോട്ടിൽ വെച്ച് തരാണ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് എന്റെ സേനക്കുട്ടിയെ നിങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ഗ്യാസും കുറ്റി പൊന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, എനിക്കെന്നെ പൊന്തണില്ല, പിന്നല്ല ഓന്. ഞാൻ തന്നെ ചിന്തിച്ചു പോയി ഇതില് ഗ്യാസ് തീർന്നിട്ടില്ലേ എന്നുള്ളത്. അത്രക്കോരം കനയിനി ട്ടോ. ചില കുറ്റി ഭയങ്കര കനേക്കാരം. കൊണ്ടുവരുമ്പളും പോകുമ്പളും അതേപോലെ കനം തന്നെയ്ക്കാരം. അങ്ങനെ ഗ്യാസും കുറ്റിയൊക്കെ കൊണ്ടന്ന് വെച്ചപ്പോ മഴക്ക് ഒരു ഇത്തിരിയും കൂടി അങ്ങട്ട് ഊക്ക് കൂടി. അങ്ങനെ ഇപ്പൊ ഇങ്ങള് കുറ്റി കൊണ്ടേക്കണ്ടാന്നുള്ള മട്ടത്തില്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. മഴ തോരുവോ എന്നൊക്കെ നോക്കിയിട്ട്. ഇന്നിവിടെ റെഡ് അലേർട്ടൊക്കെയാണ് കേട്ടോ. മദ്രസിനും കാര്യങ്ങൾക്കൊക്കെ മൊത്തത്തില് ലീവും ഒക്കെ കളക്ടർ ലീവൊക്കെ പ്രഖ്യാപിച്ച ദിവസമാണ്. ഇന്ന് പിന്നെ സ്കൂളൊന്നുമില്ല. അതുകൊണ്ട് സ്കൂളിന് ലീവൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ കുറച്ച് സമയമൊക്കെ അങ്ങനെ നിന്നെങ്കിലും മഴ മാറുന്ന ലക്ഷണമില്ല. ഇന്ന് ഫുള്ള് ഓൺ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങള് കൊട ചൂടി കൊണ്ടേക്കാന്ന് വിചാരിച്ചു. സെനുവിന്റെ അടുത്തുള്ള കൊട കണ്ടങ്ങള് 2 മാസം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. ഈ സ്കൂള് തുറക്കണ സമയത്ത് വാങ്ങിയതാ. ആ കൊടന്റെ കോലം ആ കോലത്തിലാക്കിയിരിക്കണ ചങ്ങായി. പറയും അത് 2 3 വട്ടം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങള് കഴിവ് ഫുൾ ആ കുടമ്പ ഞങ്ങള് തെളിയിച്ചിരിക്കണം കേട്ടോ. ഞാൻ കൊണ്ടേക്കുക അയൽവക്കത്തെ വീട്ടിന്റെ മുന്നിലാണ് കേട്ടോ. ഓല മുറ്റത്താണ് വെക്കുക. അപ്പൊ പിന്നെ ഗ്യാസും കുറ്റി എടുത്തു തരുന്നോലും അവിടെ ആ മുറ്റത്തേക്ക് വെച്ച് തരും. പിന്നെ ഞാൻ കുറച്ചൊന്ന് ആ മുറ്റത്തേക്ക് മാറ്റിയേക്കും. അപ്പൊ പിന്നെ വൈകിട്ട് കുഞ്ഞുട്ടി വരുന്ന സമയത്ത് സ്കൂട്ടിമ്മ വെച്ചിട്ട് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഗ്യാസും കുറ്റിയൊക്കെ കൊണ്ടുവച്ച് തിരിച്ചു വന്നു. അങ്ങനെ ചെറുക്കൻ കുട നന്നാക്കാൻ പറ്റുമോ വടക്കാക്കാൻ പറ്റുമോ എന്താണ് ഇപ്പൊ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. 4 5 വെല്ലും കൂടി ഒടിയാണ്ടിനി, അതും കൂടി എങ്ങനെയെങ്കിലും ഓടിച്ചാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. ഓൻ്റെ അടുത്ത് അധികം നിൽക്കൂല എന്ന് അറിയണോണ്ട് തന്നെ ഞങ്ങൾ വലിയ വിലയൊന്നുമില്ലാത്ത കുടയാണ് വാങ്ങിച്ചിട്ടുണ്ടേനിയത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കേടൊന്നും ചെയ്തിട്ടുണ്ടേനി. ഓൻ കുറച്ച് സമയം അയിമലൊക്കെ ഇങ്ങനെ കൈ കളിച്ച് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ടേ നമുക്കിവിടെ കുപ്പിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാം. നമ്മൾ എണ്ണക്കുപ്പി ഉണ്ടല്ലോ, പുതിയ കുപ്പി, ഇതുവരെ ഞാൻ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടില്ല കേട്ടോ. അന്ന് അവിടെ വെറുതെ ആ ഡ്രേമ വെച്ചതാണ്. അതിന് ശേഷം ഇപ്പോൾ ഇന്നാണിപ്പോൾ മറ്റേ കുപ്പിയിൽ എണ്ണ കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് എണ്ണ വാരണല്ലോ എന്നൊക്കെ ആലോചിച്ച് വേഗം കേക്ക് വെച്ചത് കേട്ടോ. പിന്നെ ചിലരൊക്കെ ചോദിച്ചു ഈ ട്രേ എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ, കൊള്ളാമോ എന്നൊക്കെ ഇപ്പോഴും പലർക്കും സംശയമാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇതൊന്നും നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തരുന്നതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി വാങ്ങുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഇല്ലെങ്കിൽ എപ്പോഴോ അത് റിട്ടേൺ അടിച്ചു ഞാൻ. പക്ഷേ ഇത് വുഡൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിങ്ങനെ ഈ ജനലിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തിന് ഒതുങ്ങി അവിടെ ഇരുന്നോളും. ഇത് നമുക്കിങ്ങനെ വെളിച്ചെണ്ണ കുപ്പി വെക്കാൻ മാത്രമായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ സെർവ് ചെയ്ത് വെക്കാനും അടിപൊളിയാണ്. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഇട്ട് വെക്കാൻ അടിപൊളിയായിട്ട് നമുക്ക് അതിൽ വെക്കാം. ഒരു 2 ആൾക്കൊക്കെ വേണമെങ്കിൽ ചായയും ഒരു ചെറിയ സ്നാക്കൊക്കെ ഒരു സൈഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണത് ഫാനുകളാണ് കേട്ടോ. സത്യം പറഞ്ഞാല് ഈ താഴത്ത് കൂടെ നോക്കാന്നല്ലാതെ മോൾക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ വേഗം പെരടി വരുത്താന്നുള്ളത് കൊണ്ട് ഞാൻ അധികം നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടി അയക്കണ കേട്ടോ. ഫാനൊക്കെ അടിപൊളിയായിട്ട് പൊടി അയക്കണേ. അപ്പൊ ഞാൻ അത് തട്ടിയിടിക്കലാണ് ഇന്നത്തെ ഡ്യൂട്ടി. 3 ഫാനും സീലിംഗ് ഫാനുകൾ 3ഉം തട്ടണം. ടേബിൾ ഫാൻ ഇപ്പം ഞാൻ വല്ലാതെ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ നമ്മൾ എപ്പോഴും കൈ എത്തണോണ്ട് അത് തുടക്കുമല്ലോ. സീലിംഗ് ഫാനാണ് തട്ടല് കുറച്ച് റിസ്ക്. അപ്പൊ ഞാൻ ഈ മേശ നീക്കിച്ച് അതിന്റെ മുകളിൽ സ്റ്റൂള് വെച്ച് നമ്മളെ ആയുധധാരികളെയൊക്കെ എടുത്ത് ഞാൻ കയറി തട്ടാമെന്ന് ഞാൻ വിചാരിച്ചൊക്കെ ചെയ്തു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇതാ ഒരു പഴയ തലക്കണ്ണീറാണ് കേട്ടോ എടുക്കേണ്ടത്. അതുകൊണ്ട് എങ്ങനെയാ തട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ സ്റ്റൂളുമ്മ കയറുന്നപ്പോൾ ഭയങ്കര പേടി കേട്ടോ. അത് ഞാനിങ്ങനെ മേലക്ക് മാത്രം നോക്കിയതാകുമ്പോൾ അവിടുന്ന് വീയോ എന്നൊക്കെ ഒരു പേടിയാല്. പിന്നെ ഞാൻ വല്ല അജൂനെ സോപ്പിട്ട് കയറ്റിയിട്ടുണ്ടേനി കേട്ടോ. ചെക്കന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം മോന് മദ്രസൊക്കെ വിട്ട് വന്ന് ആ ഒരു ദഫും ഒക്കെ കളിച്ച് കുഴങ്ങി. അതേപോലെ തന്നെ ഓന് ഫോണിലൊക്കെ കണ്ടിരിക്കണം ആ സമയ. അപ്പൊ പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഞാനിങ്ങനെ തേനെ ചക്കര ഒന്ന് കുളിച്ച് സോപ്പിട്ട് ഓനൊന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച മാതിരി ഒന്നും അല്ല തൊട്ടത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ തലക്കണ്ണീറ വെള്ളം അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആ പൊടി ആ തലക്കണ്ണീറിന്റെ ഉള്ളിൽ കയറണം. ആ ഒരു രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓൻ പറഞ്ഞു വിചാരിച്ച മാതിരി ഉമ്മ ഇത് പറ്റണില്ല, കാരണം ഇത് ഒരു കീറ തലക്കണ്ണിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. പൊടിയാണിത്.
മേ പൊടിൻ്റെ പാമ്പ് 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 ചെറുകുട്ട പാമ്പ് ചെറുകുട്ട പാമ്പ് പാമ്പ് ചെറുകുട്ട പാമ്പ് ചക്കി തുറക്ക്. പൊടി തട്ടിയ പാടന്നെ ഞാൻ മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ഉണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് നനച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നനച്ച് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്നും കൂടി അതിന്റെ മുകളിൽ തുറക്കുമ്പോൾ ബാക്കിയുള്ള പൊടികളൊക്കെ അങ്ങോട്ട് പോരും. മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ. അത് 4 സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വെള്ളമാണെങ്കിലും ഒരൊറ്റ വൈപ്പിന് തുടച്ചെടുക്കും. അതേപോലെ തന്നെ ഇങ്ങനെ പൊടി തുടക്കാനാണെങ്കിലും നമ്മൾ സാധാരണ ഈ കോട്ടൻ കഷ്ണം വെച്ച് 3-4 വട്ടം ഇങ്ങനെ പിഴിഞ്ഞ് തുടക്കണേനെക്കാട്ടിലും നല്ല യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് തീരും പരിപാടി. അടുത്ത ഫാന് തുറക്കാനാണ് വേറെ ആയുധങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ ഈ റൂമിലെ ഫാനാണ് ഇനി തുറക്കേണ്ടത്. അപ്പൊ ബെഡ് മാറ്റിയിട്ട് ഈ അടുക്കളയിൽ ഇടുന്ന ടേബിൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചെറിയ സ്റ്റൂള് വെച്ചിട്ടാണ് കയറുന്നത്. മറ്റേ റൂമിലെ ഫാന് തുടച്ചപ്പോ ഞാൻ വിചാരിച്ച പോലെ ആ ഒരു തൽക്കണ്ണീറ കീറിയതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് ഞാൻ വേറെ തൽക്കണ്ണീറ കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇതാ ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തൽക്കണ്ണീറ വലിയ ആ ലീഫിന്റെ ഉള്ളിലേക്ക് കയറ്റിന് അങ്ങോട്ട് ആ ഒരു തുണി അമർത്തി പിടിച്ചിന് വലിക്കുമ്പോൾ ദാ ഇതിന്റെ ഉള്ളിൽ വരും പൊടി. അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ എവിടേക്കും പൊടി പാറൂല. ഇട്ടിട്ട് മാത്രം ഇങ്ങനെ അമർത്തി പിടിച്ച് വലിച്ച ഫുള്ള് അമർത്തിക്കോ. ഫുള്ള് എല്ലായിടത്തും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ ആ തുമ്പത്തെ മാത്രമേ ഉള്ളൂ പോരാൻ. യെസ് ആ തുമ്പത്തെ അതന്നെ വേരി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ താഴത്ത് വീണ്ടും കട്ടിലും കടക്കിയും ഒക്കെ ആയിട്ട് വീണ്ടും ക്ലീൻ ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ആ ലീഫിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ കയറ്റുക, മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ ആ പൊടി മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആയിട്ട് വരും. ഈ ഫാനുകളാണ് ഞാൻ വിചാരിച്ച കാര്യം വർക്കൗട്ട് ആയത് കേട്ടോ. എൻ്റെ അടുത്ത് മാറാല തട്ടുണ്ട്, അതേപോലെ ഫാന് ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ട്. പക്ഷെ അത് അത്ര കണ്ട് നമുക്ക് യൂസ്ഫുൾ ആവൂല. മുകളിലത്തെ പൊടിയൊന്നും ശരിക്കും പോരൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാർഗം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞോട് കൂടി ഞാൻ മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് നല്ലപോലെ നനച്ച് ഒന്ന് പിഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അത് വെച്ചിട്ട് മൊത്തത്തിൽ ഒരൊറ്റ തൊട കേട്ടോ. ഒരുപാട് വസ്വാസാക്കി 2-3 വട്ടം ഒന്നും തുടക്കാൻ നിൽക്കണില്ല. കാരണം ഒറ്റ ഇതുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ ബാക്കിയുള്ള പൊടി ഉള്ളത് അതിന്മേ ആ ഒരു ക്ലോത്ത് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് തന്നോളും. ഇങ്ങനെ ആ ഫാനും ക്ലീൻ ആയിട്ടുണ്ടേനു. ബാലൻസ് ചെയ്ത് പോയിച്ചടിച്ചേ. ഇതിമ അധികം പൊടിയില്ലല്ലേ? ഉണ്ടടാ? ഇല്ല, അധികം പൊടിയില്ല. മറ്റേ ഇതതിന് കുറച്ചിങ്ങോട്ട് നീക്കണോ? ഇങ്ങോട്ടേ നീക്കണോ? ഇത് ഹാളിലുള്ള ഫാനാണ് കേട്ടോ. മറ്റേ 2 ഫാനിനെ അപേക്ഷിച്ച് പൊടി വളരെ കുറവാണ്. അതിൻ്റെ ഇടക്ക് വിചാരിച്ചോടത്തൊക്കെ അല്ലാത്തതുകൊണ്ട് ഓന് ശരിക്കും ഒന്ന് സ്റ്റൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേനു. റൂമിൽ അറിയുമ്പോൾ രാത്രി മൊത്തം ഫാന് കറങ്ങല്ലേ. അപ്പൊ വലിയ പൊടി മുഴുവൻ ഓല ആവാഹിക്കാണല്ലോ. ഇത് പിന്നെ എപ്പോഴെങ്കിലും ഹാളിലൊക്കെ ഇരിക്കുന്ന സമയത്തേ ഇടലുള്ളൂ. അതുകൊണ്ട് ഇതിന്മേ പൊടി വളരെ കുറവാണ്. അതിൻ്റെ ഇടക്ക് ഇവിടെ വന്നിട്ട് മേശ പിടിച്ച് വലിക്കണൊക്കെ ഉണ്ട്. ഓന് വല്ല കഥയുണ്ടോ അതിന്റെ മുകളിലുള്ള ആള് വീഴുന്നുള്ളതൊന്നും ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധി ഓനായിട്ടില്ലല്ലോ. പിന്നെ ലാസ്റ്റ് നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ടുള്ള ഒരു തൊട, ആ ഒരു മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് വെച്ചിട്ടുള്ള തൊടയും കൂടി കഴിഞ്ഞാൽ ഒരുവിധം ഫിനിഷായി. ഒരുപാട് ഓവർ ഓസ്വാക്കാനൊന്നും നിന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാക്യൂം ക്ലീനർ എടുക്കുന്നുണ്ടെന്ന് കണ്ടേക്ക് ഇവിടെതാ പേപ്പർ പരത്തൽ തുടങ്ങിക്കണോ, ചെറിയ ചെറിയ പിച്ചാക്കിയിട്ടിടുക. അപ്പൊ അത് അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുക്കണത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓല അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ കടക്കീക്ക് ഇത് ചാടിയതല്ല, ഇത് ആ മാറാല പോലെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ പൊടി. അത് ഇതിൻ്റെ ഉള്ളിൽ വലിച്ചെടുത്ത് കാണിച്ചു തരാൻ വേണ്ടി. നമ്മൾ ക്ലീനിങ് ഈസി ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഹാൻഡിൽ വാക്യൂം ക്ലീനർ.
അതേപോലെ തന്നെ ക്ലീനിങ് ഈസി ആക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ തമ്മിൽ എഴുതിയില്ലേ, അതിലുള്ള ടിപ്സുകളൊക്കെയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. അതായത് മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത്, അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. വെള്ളം തുടക്കാനാണെങ്കിലും ഒരൊറ്റ തൊടയിൽ പരിപാടി തീരും. പിന്നെ എവിടെ പൊടി തുടക്കാനാണെങ്കിലും അതുപോലെ തന്നെ നല്ല പോലെ പൊടി വലിച്ചെടുക്കും. അതേപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഈ ഹാൻഡിൽ വാക്യൂം ക്ലീനർ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫാന് തുറക്കുമ്പോൾ നമ്മൾ അതേപോലത്തെ ഈ തലക്കിണിയറ ഉപയോഗിച്ചാണെങ്കിൽ അതുപോലെ ഇനി കണ്ടില്ലേ, ആദ്യം ഈ കടക്കിയിലും ഒന്നും പൊടിയാവാതെ നമുക്ക് കിട്ടും. അഫിമോള് വരണ്ടി വന്നു. നമ്മൾ ഓരോ ഭാഗം തട്ടാനും അതിൻ്റെതായ ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഭയങ്കരമായിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു തുണി മാത്രം വെച്ച് എല്ലായിടം തുടച്ച് അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ നല്ലത് അതിൻ്റെതായിട്ടുള്ള ജനൽ തട്ടാനും മറാൽ തട്ടാനും ഒക്കെ ആയിട്ടുള്ള ബ്രഷുകൾ വാങ്ങി വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് ക്ലീനിങ് തീർക്കാനുള്ള പരിപാടിയാണ്. ഇതൊന്ന് മാറാല തട്ടണതിന്റെ പകുതി മുറിഞ്ഞ വടി, ഒന്ന് ഞാൻ ഡ്രസ്സ് അയലുമ്പ തോരട്ട് കുത്തി വലിച്ചിന പടിയാണ് കേട്ടോ. ഇവര് രണ്ടാളും ചേർന്നാൽ എനിക്ക് നല്ലൊരു മാറാലട്ടി ആയി കേട്ടോ. അപ്പൊ മാറാലട്ടിന്റെ ഉപകാരം നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഞാനൊരു പുതിയ മാറാലട്ടി വാങ്ങണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത കേട്ടോ. ഈ റൂമില് മാറാലക്കുന്ന തട്ടി വൃത്തിയാക്കണം. ഈ റൂമിൽ കുറച്ചധികം മാറാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ അഫിമോൾ എനിക്ക് ജനലൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട്. ആ ഇടയിൽ അഫിമോളെ മേത്തില്ല മാറാല വരെ ജനക്കൂട്ടം പോയി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അഫിമോള് പറയുന്നു ഇന്റെ മേത്തല്ല മാറാല, ഇവിടെ ഇവിടെ തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി കൊടുത്തത് ഇനി കേട്ടോ. ഈ ഒരു ബ്രഷ് ഇതാ, ഞാനിപ്പോ ഈ ജനല് തട്ടിക്കൊണ്ടിരിക്കുന്ന ബ്രഷ്, അത് ഒരു മൈക്രോ ഫൈബറിന്റെ ഒരു ക്ലോത്ത് വരുന്ന സാധനമാണ്. നല്ല അടിപൊളിയാ. ഈ ജനലിന്റെ അടിയിലുള്ള പൊടികളും അതേപോലെ തന്നെ ഈ മാറാലൊക്കെ ഉണ്ടാവുമല്ലോ, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ മാറാല, അതൊക്കെ ഇതില് നല്ല യൂസ്ഫുൾ ആയിട്ട് നല്ല ഉഷാറായിട്ട് നമുക്ക് അതിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിനൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ഫാന് തട്ടുന്ന ഒരു സാധനമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നീട്ടി പിടിച്ചും വളച്ചൊടിച്ചും എങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഫാന് ക്ലീൻ ചെയ്യാൻ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ജനലിന്റെ ഇതേമാതിരി പൊടിക തടക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഈ വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ, കാറിന്റെ ഉൾവശം, അതേപോലെ അതിന്റെ സീലിംഗ്, കാർപ്പറ്റ്, സോഫ, കർട്ടന്, അതിന്റെയൊക്കെ സാധനം അതൊക്കെ ഇതാക്കാനാണ് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് കൂടുതൽ യൂസ്ഫുള്ള്. ഇവിടെ നമുക്ക് ആ വക സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ മാറാലൊക്കെ തട്ടി ഇങ്ങനെ നടക്കുന്നുള്ളൂ. പക്ഷെ മാറാലൊക്കെ വലിച്ചെടുക്കാനും നല്ല അടിപൊളിയാണ്. നമുക്ക് തട്ടിയിട്ട് പിന്നെ മുഖത്ത് കൂടി അവിടെ ഇവിടെ ഒന്നും പൊടിയാകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിന്റെ ഒരു ഭയങ്കര ഒരു കാറ്റാണ് വരിക. ആ കാറ്റിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുക്കും കേട്ടോ. നമ്മളെ കൈയൊക്കെ അതിന്റെ ഇടയിൽ കൊണ്ടുവച്ചാൽ അതും അതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ വലിച്ചെടുക്കും. അപ്പൊ കുറച്ചൊന്ന് കെയർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞ് ഈ ഒരു സാധനത്തിന്റെ ഉള്ളിലാണ് ഈ പൊടിയൊക്കെ വന്നടിയുക. അതിങ്ങനെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് തട്ടി കൊടുത്തിട്ട് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാക്കിയുള്ള വശമൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഈ ഭാഗം നമുക്ക് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യാം. അതിന് മുന്നേ ഞാനൊന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. ചിലപ്പോൾ ആ പൊടി അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉണക്കിയെടുത്ത് വെച്ചാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ട സമയം വരുമ്പോൾ എടുത്താൽ മതി. ഈ വാക്യൂം ക്ലീനർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീണ്ടും പേപ്പറൊക്കെ വലിച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഒലിക്കത്ത് നല്ല രസം, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി പോണത് കാണാൻ. അതിനാണ് കേട്ടോ ഇതിങ്ങനെ കാട്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് വലിച്ചിട്ട് അതൊക്കെ ഒരു ക്ലീൻ ആക്കാം എന്നൊക്കെ പോലെ പറഞ്ഞെങ്കിലും ക്ലീൻ ആക്കലൊക്കെ കണക്കിന് ലാസ്റ്റ് എനിക്ക് കുറച്ചധികം പേപ്പറും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആകെ എനിക്ക് പണിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല മഴ ദിവസമാണ്, നിർത്താതെ മഴ വൈകുന്നേരം വരെ പെയ്തുകൊണ്ടിരിക്കുന്നതിന് കേട്ടോ. വൈകുന്നേരം വരെയല്ല, പിറ്റേ ദിവസം രാവിലെ വരെയും. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അകത്തുകൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഓരോരോ പണികൾ എടുത്തും ഓരോരോ കാര്യങ്ങളിൽ വെറുപ്പിച്ചും ഒക്കെ ആയിരുന്നു ഇന്നത്തെ വല്ല ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ എന്താ ഇന്നത്തെ ക്ലീനിങ് ഞാൻ ഇവിടം വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ.